എങ്ങനെയുണ്ട് എന്റെ പൊന്നു മോനെ വേറെ ലെവല്. തേനീച്ചനെ പിടിക്കാൻ പോണ്ട. ഓക്കെ, തേനീച്ചനെ ശരിയാക്കാൻ പോണ്. അപ്പൊ എന്റെ കൂടെ തേനെടുക്കാൻ വന്നേക്കണം നമ്മളെ സ്വന്തം ജോമോനാണ്. അപ്പൊ ഞാനും ജോമോനും ഹെൽമെറ്റും റെയിൻകോട്ടൊക്കെ വെച്ച് മീറ്റർ കേബിൾ പൊളിക്കാൻ തുടങ്ങി. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് തേനീച്ച ഉള്ളത്. അപ്പൊ ചെറിയ തേനീച്ച ആയതുകൊണ്ട് മൂക്കിലും വയലൊക്കെ കയറാനാണ് റെയിൻകോട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് കുത്തിയെടുക്കാൻ നോക്കി. പിന്നെ കാണേണ്ട കാഴ്ച ഒന്നും പറയാനില്ല, കംപ്ലീറ്റ് തേനായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ തേനൊക്കെ അങ്ങോട്ട് ഒലിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിരലിട്ട് നോക്കി. അപ്പൊ അവാറ് ടേസ്റ്റ്. ജോമോനാണെങ്കിൽ ഭ്രാന്തായി. തേൻ കണ്ടോടി മറ്റേ രഹണി പിടിച്ച പിള്ളേരെ പോലായി. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പതുക്കെ പതുക്കെ കുത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ തേൻ കംപ്ലീറ്റ് എടുത്ത്. പാത്രം തേൻ കണ്ട പാടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഓടിക്കൂടി. ആ സൈലിയുടെ കാര്യം പിന്നെ പറയണോ? കണ്ട പാടെ കാക്കാക്ക പാടെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് തേനിലിട്ട് കൈയിട്ട് വായി. അപ്പൊ ഞാനും ജോമോനും കംപ്ലീറ്റ് തേനൊക്കെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൊറേ ഒക്കെ ഭിത്തിയുമ്പോ കൂടെ ഒലിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും തേനോടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കണം. എല്ലാരും വന്നിട്ട് കംപ്ലീറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചെറുതേനായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഉള്ള. എങ്ങനെയുണ്ട് എന്റെ പൊന്നു മോനെ വേറെ ലെവല്. നല്ലൊരു തുണി എടുത്തിട്ട് കംപ്ലീറ്റ് ഞങ്ങൾ തേൻ്റെ ഇടയിലേക്ക് ഇട്ട് എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനുള്ള പരിപാടിന്. പിഴിഞ്ഞെടുത്ത് നോക്കിയപ്പോൾ പൊന്നു ഒന്നും പറയാനില്ല, എന്താ കട്ടിയുള്ള തേനാണ്. ചെറുതേൻ്റെ തേൻ പ്രത്യേക ടേസ്റ്റുള്ള. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് തേൻ അരിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു കുറച്ച് തേൻ ഞങ്ങൾക്ക് തരണം കേട്ടോ മോനെ, എൻ്റെ മോനക്ക് പാടില്ലാത്തതാണ്, കുറച്ച് തേൻ കൊടുക്കാനാണ്. അപ്പം ഞങ്ങൾ തേനൊക്കെ എടുത്ത് ബാക്കി കുറച്ച് തേൻ ആ ചേട്ടനൊക്കെ കൊടുത്ത്. അപ്പം അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ള ഇന്നത്തെ വീഡിയോ.